നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പല ക്രൂര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. അതിനിപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും വേണമെന്നില്ല. യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെടാത്തവരടക്കം ഇന്ന് കൊലപാതകത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്, കൊലപാതകം ചെയ്യുന്നുണ്ട്. അതും വളരെ ചെറിയ പ്രായത്തിലുള്ള യുവാക്കളാണെങ്കിൽ പോലും. പ്രണയം, ഗർഭം, കൊലപാതകം, ഒരു സിനിമയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഇന്നലെ മുതൽ കേരളം വീണ്ടും ചർച്ച ചെയ്തത്. 2 നവജാത ശിശുക്കളെ പ്രസവിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അവിവാഹിതരായ മാതാപിതാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഞെട്ടലിലാണ് വെള്ളിക്കുളങ്ങര ഗ്രാമം. വെള്ളിക്കുളങ്ങര നൂലുവള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷ 22 വയസ്സ് മാത്രമാണ് പ്രായം. ആമ്പല്ലൂർ ചേനക്കാല വീട്ടിൽ ഭവിൻ 26 വയസ്സാണ് യുവാവിന്റെ പ്രായം. എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരിക്കുന്നത്. നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം സംസ്കരിച്ച സ്ഥലങ്ങളടക്കം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഗർഭത്തെ ചൊല്ലി അയൽവാസികളായ അടക്കം തർക്കമുണ്ടായിരുന്നതായും അയൽപ്പക്കത്തെ പല സ്ത്രീകളും അമ്മമാരും ഈ ഒരു സംശയം ഉന്നയിക്കുകയും അവരോടത് ചോദിക്കുകയും അവരത് നിഷേധിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ 4 വർഷത്തിന്റെ കാലയളവിലാണ്. ഈ ഒരു സമയത്ത് അനീഷ എന്ന് പറയുന്ന ഈ 22 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ഇപ്പോൾ 22 ആണെന്നുണ്ടെങ്കിൽ അന്ന് പ്രായം ഇതിലും ചെറുതായിരിക്കും. അയൽക്കാർക്കൊന്നും തന്നെ സംശയം തോന്നാതിരിക്കാൻ വളരെ അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രമാണ് ധരിച്ചിരുന്നത്. ഇതാണ് അയൽവാസികൾ അടക്കം പറഞ്ഞിട്ടുള്ള വിവരം. അതായത് ഈ കുട്ടി ഗർഭിണിയാണോ എന്നുള്ളത് ആദ്യം സംശയം തോന്നിയതും അയൽവാസികൾക്കാണ്. കാരണം നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ തന്നെ നമ്മളെ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളിൽ ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിങ്ങലോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലും അനീഷയുടെ വീട്ടിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തും. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുക. DNA പരിശോധനയ്ക്കായി അസ്ഥികളുടെ സാമ്പിളുകൾ ഇന്ന് അയക്കും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവരുടെയും വീടുകളിൽ തെളിവെടുപ്പ് പൂർത്തിയായത്. അനീഷ ഗർഭിണിയാണെന്ന് അയൽവാസികൾ സംശയിച്ചിരുന്നു. അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അനീഷയുടെ കുടുംബം അന്ന് പോലീസിനെ സമീപിച്ചു. ആദ്യ ഗർഭകാലത്തായിരുന്നു ഇത്. ഇതിനെ ചൊല്ലി അയൽവാസിയായിട്ടുള്ള തൊട്ടപ്പുറത്തുള്ള ഗിരിജ എന്ന് പറയുന്ന യുവതിയുമായി വാക്ക് തർക്കവും ഉണ്ടായി. ഗർഭിണിയാണോ എന്നുള്ള സംശയം ഉന്നയിച്ചപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരത്തരുത് എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല ഇരുവരും തമ്മിൽ അന്ന് വഴക്കും സംഭവിച്ചിരുന്നു. ഹോർമോൺ വ്യതിയാനം കാരണം തടി കൂടുന്നു എന്നാണ് ചോദിച്ചവരോടൊക്കെ തന്നെ ഇവർ മറുപടി പറഞ്ഞത്. അനീഷ പ്രസവിച്ചതോ യൂട്യൂബ് നോക്കിയായിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച അനീഷ ഈ പരിചയം ഉപയോഗിച്ചാണ് ശുചിമുറിയിൽ തനിയെ പ്രസവിച്ചത്. ഗർഭിണിയായിരുന്ന കാലത്ത് അനീഷ വീട്ടുകാരെ പറ്റിക്കാൻ വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചു വെച്ചിട്ടുണ്ട്. 2 പ്രസവകാലവും മറച്ചു പിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി. മകൾ ഗർഭിണിയായിരുന്നു വിവരം അറിഞ്ഞിരുന്നില്ലെന്നാണ് നേരത്തെ അനീഷയുടെ അമ്മ പറഞ്ഞത്. മകൾക്ക് PCOD ഉള്ളതാണ്. ഇടയ്ക്കിടെ വണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. ഗർഭിണിയാണ് എന്നതിനെ പറ്റി സൂചന ഉണ്ടായിരുന്നില്ല. ഒരു സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അനീഷയുടെ അമ്മ പറഞ്ഞു. അമ്മയെ PCOD ആണെന്ന് അനീഷ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അനീഷയുടെ രഹസ്യബന്ധവും ഗർഭകാലവും പ്രസവവും അമ്മയോ അയൽ വീട്ടുകാരോ അറിഞ്ഞില്ല. അമ്മയേക്കാൾ കൂടുതൽ സംശയം ഉന്നയിച്ചത് അയൽ വീട്ടുകാരായിരുന്നു. എന്നാൽ അയൽ വീട്ടുകാരുമായിട്ടും ഈ വിഷയം പറഞ്ഞ് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഏതായാലും ഈ മൊഴികളൊന്നും തന്നെ പോലീസും ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഇതിനെ തള്ളാനുള്ള തെളിവുകളും പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം അനീഷയിലും ഭവിനിലും ഒതുങ്ങും. അനീഷ ആദ്യം ഗർഭിണിയായിരുന്നതും മരിച്ച കുഞ്ഞിനെ വീടിനോട് ചേർന്ന പറമ്പിൽ കുഴിച്ചിട്ടതും സംബന്ധിച്ച് സമീപവാസികൾക്ക് സംശയമുള്ളതായി ഇവർ കരുതിയിരുന്നു. പിന്നീട് അന്വേഷണമോ സംശയമോ ഉണ്ടായാൽ തെളിവില്ലാതിരിക്കാനാണ് മൃതദേഹം കുഴിച്ചിട്ടെടുത്തു നിന്ന് തന്നെ അസ്ഥിയെടുത്ത് ഭവിനെ ഏൽപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഭവിൻ സംഭവം ചില സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന സൂചനയും അനീഷയെ അലട്ടിയിരുന്നു. ഭവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം മരിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥി കടലിൽ നിമജ്ജനം ചെയ്യാൻ വാങ്ങിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. ഈ സുഹൃത്തുക്കളെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കും. ഭവിനുമായുള്ള പ്രണയം അറിയാമായിരുന്നുവെന്നും കല്യാണം നടത്താൻ താല്പര്യമില്ലായിരുന്നതായും അമ്മ പറഞ്ഞു. വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭവിൻ പലതവണ വീട്ടിലെത്തി ശല്യപ്പെടുത്തിയിരുന്നു. 4 കൊല്ലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഈയിടെയാണ് പ്രണയകാര്യം ഞാൻ അറിഞ്ഞതെന്നും അമ്മ വ്യക്തമാക്കി. 2021 നവംബർ 6-നും 2024 ഓഗസ്റ്റ് 29-നുമാണ് നവജാത ശിശുക്കളെ അനീഷ ശ്വാസം മുട്ടിച്ചു കൊന്നത്.
അനീഷയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളായ ഭവിനും അനീഷയ്ക്കുമെതിരെ കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 2 കൊലപാതകങ്ങളിലായി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഭവിന്റെയും അനീഷിന്റെയും അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ആദ്യ കുട്ടിയെ കൊലപ്പെടുത്തിയത് 2021 നവംബർ 6-നാണ്. കൊല നടത്തി അന്ന് തന്നെ യുവതി കുഞ്ഞിനെ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയിരുന്നു. 8 മാസത്തിന് ശേഷം കുഴി തോണ്ടി അസ്ഥികൾ പുറത്തെടുത്ത് ഭവിന് കൈമാറുകയായിരുന്നു. രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത് 2024 ഓഗസ്റ്റ് 29-നാണ്. തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഓഗസ്റ്റ് 30-ന് അനീഷ ഭവിന്റെ വീട്ടിലെത്തിച്ചു. ഭവിന്റെ വീടിന് പിന്നിലെ തോട്ടിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുത്ത 4 മാസങ്ങൾക്ക് ശേഷമാണ്. കുട്ടികളുടെ കർമ്മം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ച അസ്ഥിയുമായി ഭവിൻ സ്റ്റേഷനിലെത്തി സംസാരിച്ചതോടെയാണ് വിവരം പുറത്തു വന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധം ഫേസ്ബുക്കിലൂടെയാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. തുടർന്ന് സൗഹൃദം പ്രണയമായി മാറി. 2021 നവംബർ 6-നായിരുന്നു ആദ്യ പ്രസവം. യുവതിയുടെ വീട്ടിലെ ശുചിമുറിയിലായിരുന്നു പ്രസവം. പ്രസവത്തോടുകൂടി കുഞ്ഞ് മരിച്ചുവെന്നും തുടർന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞത്. ഇക്കാര്യം കാമുകനോട് പറഞ്ഞപ്പോൾ ദോഷം തീരുന്നതിനെ കർമ്മം ചെയ്യാൻ അസ്ഥി പെറുക്കി സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനീഷ കുഞ്ഞിന്റെ അസ്ഥി പെറുക്കി ഭവിനെ ഏൽപ്പിച്ചു. ഇതിനിടെ 2 വർഷത്തിനു ശേഷം അനീഷ വീണ്ടും ഗർഭിണിയായി. 2024 ഏപ്രിലായിരുന്നു രണ്ടാമത്തെ പ്രസവം നടന്നത്. വീട്ടിലെ മുറിയിലായിരുന്നു പ്രസവം. പ്രസവിച്ചു ഉടൻ കുഞ്ഞു കരഞ്ഞപ്പോൾ അയൽവാസികൾ അടക്കം കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമെന്ന ആശങ്കയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസിന് മൊഴി നൽകിയെന്നാണ് സൂചന. തുടർന്ന് ഈ മൃതദേഹവും കുഴിച്ചിട്ടു. പിന്നീട് ഈ കുഞ്ഞിന്റെ അസ്ഥിയും പെറുക്കിയെടുത്ത് ദോഷപരിഹാര കർമ്മങ്ങൾക്കായി ഭവിനെ ഏൽപ്പിച്ചു. അസ്ഥി കഷ്ണങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കിയാണ് യുവാവ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. മദ്യത്തിന് അടിമയായ ഭവിനുമായി ഇടക്കാലത്ത് അനീഷ തെറ്റിപ്പിരിഞ്ഞു. ഭവിനുമായി വിവാഹബന്ധം അനീഷ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിനിടെ അനീഷ മറ്റൊരു ഫോൺ കണക്ഷൻ എടുക്കുകയും മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇയാളെ വിവാഹം കഴിക്കാനും അനീഷ തീരുമാനിച്ചു. ഇക്കാര്യം അറിഞ്ഞ ഭവിൻ അനീഷയുമായി വഴക്കുണ്ടാക്കി. തന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറാകണമെന്നായിരുന്നു ഭവിന്റെ ആവശ്യം. കഴിഞ്ഞ രാത്രി ബന്ധം തുടരുമോ എന്ന ചോദ്യത്തിന് താല്പര്യമില്ലെന്ന് യുവതി മൊഴി നൽകി. തുടർന്ന് വിവരങ്ങളെല്ലാം വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭവിൻ ഭീഷണി മുഴക്കി. എന്നാൽ യുവതിയുടെ വീട്ടുകാരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും ഫോണിൽ ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് മദ്യലഹരിയിൽ ഭവിൻ അസ്ഥി കഷ്ണങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. അനീഷയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണശേഷമാണ് ഭവിനും അനീഷയും തമ്മിൽ തെറ്റിയത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് 2 പേരും അറിഞ്ഞിരുന്നെങ്കിലും മരണത്തിൽ ഭവിന് അനീഷയെ സംശയമുണ്ടായിരുന്നു. ബന്ധം തുടരാൻ അനീഷയ്ക്ക് താല്പര്യമില്ലെന്നും അതിനായാണ് കുഞ്ഞിനെ കൊന്നതെന്നും ഇയാൾ വിശ്വസിച്ചു. യുവതി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന സംശയം പ്രശ്നങ്ങൾ ഗുരുതരമാക്കി. രണ്ടാമതൊരു ഫോൺ ഉപയോഗിക്കുന്നത് ഇയാൾ വിലക്കി. യുവതി മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്ന കാര്യം ജനുവരിയിലാണ് ഭവിൻ മനസ്സിലാക്കിയത്. അതിനെ ചൊല്ലിയും തർക്കമുണ്ടായി. ശല്യമായപ്പോൾ മനഃപൂർവ്വം അകലുകയായിരുന്നെന്ന് അനീഷ പോലീസിനോട് പറഞ്ഞു. ബന്ധത്തിൽ നിന്നും യുവതി ഒഴിഞ്ഞു മാറിയാലോ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കാതിരുന്നാലോ തന്റെ കുട്ടികളെ പ്രസവിച്ചു എന്നതിനുള്ള തെളിവാണ് അസ്ഥിയിലൂടെ ഭവിൻ ശേഖരിച്ചതെന്നും സൂചനയുണ്ട്. ഇതിനുവേണ്ടി ബലിതർപ്പണ കള്ളം പറയുകയായിരുന്നു. അടുത്തിടെയായി അനീഷയോട് ക്ഷമ പറയുന്ന തരത്തിൽ ഭവിൻ സംസാരിച്ചിരുന്നു. ഇനിയൊരു പ്രശ്നം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് അനീഷയുമായി വീണ്ടും തർക്കമുണ്ടായി. സംഭവം പോലീസിനെ അറിയിക്കുമെന്നും എന്നെ ഒഴിവാക്കി നീ ജീവിക്കേണ്ട എന്നും ഭവിൻ പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാത്രി അനീഷയെ ഫോണിൽ വിളിച്ചപ്പോൾ തിരക്കിലായതാണ് ഭവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇതോടെ മദ്യലഹരിയിലായിരുന്ന ഭവിൻ വീട്ടിൽ സൂക്ഷിച്ച അസ്ഥി ബാഗിലാക്കി പുതുക്കാട് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട്. തുടർന്ന് അസ്ഥികൾ 2 കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു. മരിച്ച കുഞ്ഞുങ്ങൾ തങ്ങളുടേതാണെന്ന് ഇരുവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും അസ്ഥിയുടെ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കും. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചും അനീഷയുടെ 2 പ്രസവങ്ങളെക്കുറിച്ചും വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നുവെന്നും അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പി ബിജു കുമാർ, CA മഹേന്ദ്ര സിംഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല.